பாருங்கண்ணே, ரெடி ஆயிடுச்சு. பண்ணாரி அம்மா. വണങ്കാമുടി വണക്കം. ഞാൻ കുമാരൻ, ഗിരിസാർ അയച്ചത്. എന്താ ചേട്ടാ വിശേഷം? செந்தில் அந்த போன கொஞ்சம் எடு. கிரிசா நம்பர் காடி. சரிங்கண்ணா. தம்பி, இந்த மேட்ரு கொஞ்சம் பெருசு. இந்த சத்தியமங்கல காட்டில் போய் யானை அடி சொல்லு, புலி அடிக்க சொல்லு, எதை வேணாலும் கொண்டு வந்து தரேன். ஆனால் இந்த மேட்ரை பொறுத்த வரைக்கும் ரிஸ்க் தான். அண்ணா பெல் அடிக்குதுண்ணே, கொடுப்பேன். കൊല്ലണോടാ ഒരേ ഒരാളെ. കാടിളക്കാൻ പട്ടികളുണ്ട്. ഇര വന്ന് വീഴാൻ പാകത്തിന് വലയും വിരിച്ചിട്ടുണ്ട്. നിന്റെ വിറയ്ക്കാത്ത കൈയും പിഴയ്ക്കാത്ത ഉന്നവും. എനിക്ക് ആവശ്യം അതാണ്. പണി വെടിപ്പായാൽ പിന്നെ നിനക്ക് കാട് കയറാം. തോട്ടയും തിരയും കൊണ്ട് നടക്കുന്ന നിന്റെ സഞ്ചി നിറയെ 1000-ന്റെ ചുവന്ന നോട്ടുകളുമായി. കേട്ടോടാ പാണ്ടി? പറ പാണ്ടിടാ മോനെ. ചമ്രങ്കൽ വേല കഴിഞ്ഞാൽ 7-ന്റെ ഉള്ളിൽ പഴഞ്ഞിപ്പാറ ദേശത്തെ മണ്ണിൽ ചോര വീഴും എന്നുള്ളത് പഴയ വിശ്വാസ. നമ്മുടെ കാരണവന്മാർ കുരുതി നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാളിയാർ മഠത്തിലെ കാരണവന്മാർ നരബലി തന്നെ നടത്തിയിരുന്നു ദേവിപ്രസാദത്തിനായിട്ട്. എന്റെ പൊന്നനിയന്മാരെ വിളിപ്പിച്ചതേ ഒരു കുരുതിക്ക് കൂടാനാ. ഊരായ്മക്കാരായി വല്യച്ഛന്റെ മോൻ, കൂടപ്പിറപ്പ്, സ്വന്തം രക്തം, അവൻ പ്രാണൻ വിടുന്നത് കാണാൻ. വണങ്കാമുടി. ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ ആ പാണ്ടി ചെന്നായ ഇര പിടിച്ച് കാട് കയറി മറഞ്ഞോളാൻ. ശരി, അവർ മീനാക്ഷിപുരത്തെത്തുന്നു. വണ്ടി എടുക്കടാ. കെണി ഒരുക്കിയത് ചാത്തമ്പാറ വഴിയില്ല. കൊല്ലണോ? പേടിയുണ്ടെങ്കിൽ നീ വീട്ടിലേക്ക് പോടാ. എടാ, വല്യേട്ടനുള്ള എന്തിനാടാ പേടി? ഒരിക്കലും അറിയാൻ പാടില്ലാത്ത ഒരു സത്യം അറിഞ്ഞു അവൻ. ഇനി കൊല്ലാതെ വേറെ വഴിയില്ല. വലിയേട്ടൻ പറ, എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ട്. വിജയ, വണ്ടി എടുക്കടാ. വഴി മാറിയില്ല, നേരം തെറ്റിയില്ല. വന്നു എൻ്റെ ഇര, എൻ്റെ ശത്രു, എൻ്റെ സഹോദരൻ, ദേവർമഠം നാരായണൻ. ഉടല് പൊട്ടിച്ച കൊടുങ്കാറ്റ് പോലെ നീ കാളിയാർ മഠത്തിലേക്ക് പോയെന്നും ഞങ്ങളുടെ അച്ഛനെ തെറിവാക്കുകൊണ്ട് കിടക്കപ്പായിന്ന് പൊക്കി നിർത്തിയെന്നും കേട്ടു. മറച്ചുവെച്ച സത്യം അറിഞ്ഞതിന്റെ രോഷം നിനക്കത് വലിയ മുറിവായി അല്ലേ നാരായണ? നായാടികളുടെ നിയമം മുറിവേറ്റ മൃഗത്തിനെ പിന്തുടർന്ന് കൊല്ലണമെന്ന. നിന്നെ കൊല്ലാനാ എന്റെ തീരുമാനം. സൂപ്പർ ഡയലോഗ് വെച്ചേ മാനെ ഗിരി. ഇത് എങ്ങനെയാടാ 8 കൊല്ലം കയ്യിലുകുത്തി നീ ഡയലോഗ് എടുത്ത് വീശുന്നേ? കേട്ടിട്ട് കോൾമേരി കൊള്ളുന്നു മാനെ. നീ ക്ലിന്റ് ഈസ്റ്റ്വുഡ് അഭിനയിച്ച ഗുഡ് ബാഡ് ആൻഡ് ദ അഗ്ലി എന്ന വൈൽഡ് വെസ്റ്റ് കൗബോയ് സിനിമ നടന്നു. അതിലൊരു ഡയലോഗ് ഉണ്ട്, ഇഫ് യു വാണ്ട് ഷൂട്ട് ഷൂട്ട് ഡോണ്ട് ടോക്ക്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടി വെക്കാൻ ഇറങ്ങിയാൽ വെച്ചിട്ട് വേണം, ഇടയിൽ കൊണാരം അടിക്കരുത്. നിന്നെ ഈ പിള്ളേരെ നിർമ്മിച്ച തന്ത, അതായത് എൻ്റെ ചെറിയച്ഛൻ മൂപ്പിൽ കുഞ്ഞമ്പൂന്നായിരുന്ന മൂപ്പിൽ യശ്മാനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ചത്തു തെക്കോട്ട് എടുക്കുന്നതിന് മുമ്പ് കിഴവന്റെ കണ്ണിൽ നിന്ന് ചോര വരുത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തരി മണ്ണ് കൊണ്ടുപോലും ദേഹം വേദനിപ്പിക്കാതെ. അത് പുരുകവും പീലിയും നിറച്ച തന്തയ്ക്കുള്ള കൺസിഡറേഷൻ. നിനക്കും അനിയൻ ചെക്കന്മാർക്കും അത് കിട്ടില്ല. പിപ്പിടി കാട്ടാൻ നാരായണന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, അടിച്ച് ചന്തിയിൽ തൊലിയാൻ പൊളിക്കും. കാട്ടേ വണ്ടി ഇടറ.
അനേ ഗിരി, അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയതാണ്. ഇത് കളി മലങ്കോളാണല്ലോ സഹോദര. ആ അതെടാ, അമ്പലമുറ്റത്ത് കബഡി കളിക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ നമുക്ക്. ഇത് കടസിക്കളി, ചാവില് മാത്രം തീരുന്ന കളി. അഗ്നിനടുവിൽ ഒരായുസുകാലം ഒറ്റക്കാലിൽ തപസ് ചെയ്ത് വരം നേടിയിട്ട് വാ ദേവർമഠം നാരായണന്റെ മരണം കാണാൻ. തല്ല് കിട്ടുമെന്നറിയുമ്പോ വാലും പൊക്കി ഓടുന്നവന്റെ പുറകെ ADC ആയിട്ട് നടക്കുമ്പോ ഓർക്കണം, ദേഹം വേദനിക്കുന്നു. പോടാ, വീട്ടിൽ പോടാ. വെടിവെക്കാൻ വന്നു തന്നെ, അത് വെടിപ്പാക്കിയിട്ട് പോവും. പാണ്ടി ഈറ്റടാ പുല്ലിനെ. രക്തോൽപലം വിഭൃതിയും സൗമ്യാം രത്നകടസ്ഥ രക്തചരണാം ധ്യായേത് പരമാംബികാം. മരിച്ചില്ലല്ലേ? ഇല്ല, അതങ്ങനെ പാടില്ലല്ലോ. താൻ കണ്ണു തുറന്ന് എന്തെങ്കിലും മിണ്ടി പറഞ്ഞോന്ന് അറിയാൻ വേണ്ടി പെരുമാൾപുരം ഗ്രാമം മുഴുവൻ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവരോട് തിരിച്ചു പോകാൻ പറയണം. നിവർന്ന് നിൽക്കാൻ കഴിയുന്ന നേരം നാരായണൻ അവിടേക്ക് പുറപ്പെട്ടിരിക്കും. അയാൾ കണ്ണു തുറന്നു, നിങ്ങളുടെ നാരായണൻ. ഒന്നും ഭയക്കേണ്ടതില്ല, ഒരാപത്തും സംഭവിക്കില്ല അയാൾക്ക്, നിങ്ങളുടെ പ്രജാപതിക്ക്.
നെഞ്ചു ഭേദിക്കുന്നതിനും 28 നാളുകൾക്ക് മുമ്പ് എൻ്റെ ഗ്രാമത്തിൽ, എൻ്റെ പെരുമാൾപുരത്തിൽ. നമസ്കാരം. നമസ്കാരം. നാരായണൻ നമ്മുടെ MLA കാണാൻ പോയിരിക്കുക. ഇന്നത്തെ നാട്ടുകൂട്ടത്തിന് MLA പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊരുമിച്ച് ഇപ്പം എത്തും. നമ്മുടെ നാട് വിട്ടുപോയ വേലപ്പൻ പൂശാരിയുടെ മകൻ കുട്ടികൃഷ്ണൻ, അയാളാ ഈ MLA എന്ന് പറയുന്ന വിദ്വാൻ. നമസ്കാരം. നമസ്കാരം. പ്രിയരെ, ഇന്ന് നമുക്കൊരു ശുഭദിനമാണ്. പെരുമാൾപുരത്തുകാരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്ന സർക്കാർ ഹെൽത്ത് സെന്ററിന് നമ്മുടെ ജനപ്രതിനിധി ശ്രീ കുട്ടികൃഷ്ണൻ സർക്കാരിൽ സ്വാധീനം ചെലുത്തി അനുവാദം വാങ്ങിച്ചിരിക്കുന്നു. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന പഴമൊഴി പോലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്താൻ പോവാതിരുന്നതാവാം അധികാരികളുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ പതിയാൻ കാരണം. എന്തു തന്നെ ആയിരുന്നാലും ഇത് നമുക്ക് ഏറെ ആഹ്ലാദം പകരുന്നൊരു വാർത്തയാണ്. ഇത്രയും കാലം പെരുമാൾപുരത്തുകാർക്ക് പ്രതിഫലേച്ഛ കൂടാതെ വൈദ്യസഹായം നൽകി നമ്മളിൽ ഒരാളായി നമ്മളോടൊപ്പം ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ശിവറാം സാറിനുള്ള നന്ദി വാക്കുകളിൽ തീർക്കാവുന്നതല്ല. നമ്മുടെ നന്ദി MLA ശ്രീ കുട്ടികൃഷ്ണൻ അറിയിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിനോട് 2 വാക്ക് പറയുവാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു ഗ്രാമം മുഴുവൻ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഈ ദേശം ഉൾപ്പെടെയുള്ള മണ്ഡലത്തിന്റെ പ്രതിനിധിയായി ഞാൻ നിയമസഭയിലെത്തി. ആരോഗ്യവകുപ്പിൽ സമ്മർദ്ദം ചെലുത്തി ഈ ഹെൽത്ത് സെന്ററിന്റെ അനുവാദം വാങ്ങിച്ചു. അതിന്റെ കാരണം ഈ ഗ്രാമം കേരള സംസ്ഥാനത്തിന് മുഴുവൻ മാർഗദീപമായി നിൽക്കുന്ന ഗ്രാമമാണ്. എന്റെ പ്രിയ സുഹൃത്ത് നാരായണന്റെ അക്ഷീണ പരിശ്രമമാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ളത്. രാഷ്ട്രീയക്കാർക്ക് അയിത്തം കൽപ്പിച്ച നാട്, തൊഴിലാളി യൂണിയനുകൾക്ക് ഇടമില്ലാത്ത നാട്, പ്ലാസ്റ്റിക് നിരോധിച്ച നാട്, ചുവരെഴുത്തുകളില്ല, ഉച്ചഭാഷണികളില്ല, തൊഴിലാളികൾ കൊടിയുടെ നിറവും തണലും നോക്കാതെ സംഘടിച്ച നാട്, പെരുമാൾപുരത്തെ ഗോപുരവാതിലിനരികിൽ സ്ഥാപിച്ച ബോർഡിൽ അപരിചിതർക്ക് ഇങ്ങനെ വായിക്കാം: പെരുമാൾപുരത്ത് പ്രവേശനം നിഷേധിച്ച് പുറത്താക്കപ്പെട്ടവരുടെ പേര് വിവരം. മറ്റു നാട്ടുകാർക്ക് അത്ഭുതമായി തോന്നാം, ഇതെന്ത് ഗ്രാമം! തങ്ങളുടെ സ്വച്ഛന്തമായ ജീവിതത്തിന്, ജീവിത രീതിക്ക് തടസ്സം നിൽക്കുന്നവരെ ഈ ഗ്രാമത്തിന് പുറത്തേക്ക് പറഞ്ഞയക്കുന്നു. കാലാവധി തീരുമ്പോൾ തെറ്റ് തിരിച്ചറിഞ്ഞവർക്ക് തിരികെ വരാം. ഞങ്ങൾ രാഷ്ട്രീയക്കാരെ തോൽപ്പിക്കുകയാണ് നിങ്ങളും നിങ്ങളുടെ നേതാവ് ശ്രീ ദേവർമഠം നാരായണനും. നന്മയുടെ വഴിയിൽ മുന്നോട്ട് പോവുക. നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ഈ എളിയ ജനപ്രതിനിധിയുണ്ട്. വരട്ടെ നാരായണ, കുറച്ചുനാൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കാണണം. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. നന്ദി. പാർട്ടിയുടെ കൊടി മണ്ണി ഉറപ്പിച്ചു നിർത്താൻ കഴിയുമെന്ന് ഞാൻ നോക്കും. എന്നിട്ട് അവൻ്റെയൊക്കെ അമ്മയ്ക്ക് വൈദ്യം ചെയ്യാൻ ഇവിടെ ആശുപത്രി വരൂ. പോലെയാടി മക്കൾ, വണ്ടി ഇറങ്ങും. ഇന്ന് നാട്ടുകൂട്ടത്തിൻ്റെ മുന്നിലുള്ള മുഖ്യ വിഷയം മാക്കഞ്ചേരി ശങ്കരൻ മകൻ കുമാരൻ്റെ പേരിൽ ലഭിച്ചിട്ടുള്ള പരാതിയാണ്. കുമാരൻ്റെ ഭാര്യ ദേവകിയോടുണ്ട്. മദ്യപിച്ച് വഴക്കിടൽ, ആയുധം കാട്ടി ആളുകളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങൽ എന്നിങ്ങനെയുള്ള പരാതികൾ ഒരുപാടായി കുമാരൻ്റെ പേരിൽ. ഇന്നലെ മുതൽ പോലീസ് കസ്റ്റഡിയിലുള്ള കുമാരനെ ഈ നാട്ടുകൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേവകിക്ക് പറയാനുള്ളത് പറയൂ. താലി കെട്ടിയ മനുഷ്യൻ തല്ലി ചവിട്ടിന്ന് പരാതിയും കൊണ്ട് വന്നതല്ല ഞാൻ. സഹിച്ചു ഒരുപാട്. എനിക്കും എൻ്റെ കുട്ടിക്കും മാത്രമല്ല, അയൽവക്കത്തുകാർ കൂടി കുഴപ്പങ്ങൾ ഉണ്ടാക്കാന്ന് വെച്ചാ എനിക്കറിയില്ല. എല്ലാവരും കൂടി ഒന്ന് ഗുണദോഷിക്കേണ്ട സമയമായി തോന്നിയതുകൊണ്ടാ. കുമാരനെ കുറിച്ചുള്ള പരാതികൾ രേഖാമൂലം പലരും സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണത്തെ നാട്ടുകൂട്ടത്തിൽ ഉത്തരം ബോധിപ്പിക്കാനുള്ള മാന്യതയും
കുമാരൻ കാണിച്ചില്ല. ഇന്നലെ കിഴക്കുംപാട്ടെ ലക്ഷ്മിയമ്മയുടെ വീട്ടിൽ വിരുന്ന് വന്ന ചില പരദേശികളെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമത്തിനിടയിലാണ് ആളുകൾ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഇനി അവനെ വെറുതെ വിടാൻ പാടില്ല. എന്താണോ എനിക്ക് പറയാനുള്ളത്? എനിക്കൊരു തേങ്ങാ പുണ്ണാക്കും പറയാനില്ല. നിങ്ങൾ തമ്പുരാക്കന്മാരെ ശിക്ഷിക്ക്, ഞാൻ സഹിച്ചു. എന്താ ഇവൻ ഇങ്ങനെ? ഞാൻ എന്താ ഉണ്ണിത്തമ്പുരനെ പറയാ? എന്നെ വിട്ടേക്ക്. ഈ കുട്ടിയുടെ മുഖമെങ്കിലും ഓർക്കണ്ടേ? എനിക്ക് വേണ്ട അച്ഛനെ. അച്ഛൻ ചീത്തയാ. എനിക്ക് അമ്മ മതി. കുമാര, തീരെ നിവൃത്തിയില്ലാത്ത സന്ദർഭത്തിലെ നാട്ടുകുട്ട ഒരാളെ ശിക്ഷിക്കാറുള്ളൂ. നീ ഇങ്ങനെ വെട്ടുപോത്തിനെ പോലെ നിൽക്കാതെ ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്താപം തോന്നുന്നെങ്കിലും പറയേ. വേണ്ട, ഗുണദോഷി നന്നാക്കാൻ വരണ്ട. ഈ നാടിന് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് ഈ നാടിനെയും വേണ്ട. 13-ാം വയസ്സിൽ സ്വന്തം അച്ഛനെ കുത്തിമലത്തിയതിന്റെ അപ്പുറത്തെ പാദമൊന്നും ഞാൻ ചെയ്തിട്ടില്ലേ. ശിക്ഷിക്കാനും തടവിലിടാനും ഇറങ്ങി പുറപ്പെട്ടവർക്ക് ആദ്യം അതിനുള്ള യോഗ്യത ഉണ്ടെന്നൊന്ന് ആലോചിക്കും. അധികം പ്രസംഗി മതി, ചണ്ട വേണ്ട. 5 മാസത്തേക്ക് കുമാരൻ പെരുമാൾപുരത്തിന് പുറത്ത് ജീവിക്കണം. അതാണ് നാട്ടുകൂട്ടത്തിന്റെ വിധി. ഓ കട്ടി വിടാൻ പറഞ്ഞു.